ഹായ് ഹലോ വെൽക്കം ടു അറിവുള്ള ലേണിംഗ് ദ കംപ്ലീറ്റ് ചാനൽ ഫോർ ടീച്ചേഴ്സ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന സീരീസ് ആണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ലോറൻസ് ഗോൾബർഗിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചത്. ഈ ക്ലാസ്സിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തി നൈതിക വികാസത്തിന്റെ ഘട്ടങ്ങളായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. നൈതിക വികാസം എന്താ എന്നുള്ളത് നമുക്കറിയാം. ഒരു വ്യക്തി ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ധാർമ്മിക മൂല്യങ്ങൾ അനുസരിച്ച് പെരുമാറുകയും അതുപോലെ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന കഴിവ് വികസിപ്പിച്ചെടുക്കുന്നതാണ്, അല്ലെങ്കിൽ വികസിച്ച് വരുന്നതിനാണ് നൈതിക വികാസം എന്ന് പറയുന്നത്. നൈതിക വികാസത്തെ 3 ഘട്ടങ്ങളായാണ് തിരിച്ചത്. ഒന്നാമത്തതാണ് പ്രാഗ് യാഥാസ്ഥിക ഘട്ടം, പ്രീ കൺവെൻഷണൽ സ്റ്റേജ് എന്ന് പറയും. ഈ ഘട്ടത്തിൽ ബാഹ്യമായ ശിക്ഷകളെയും പ്രതിഫലങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് ഒരു വ്യക്തി തന്റെ ധാർമ്മിക ചിന്തകൾ രൂപപ്പെടുന്നത്. പ്രാഗ് യാഥാസ്ഥിക ഘട്ടം തന്നെ 2 സബ് കാറ്റഗറി ആയിട്ട് കൂടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേതാണ് ശിക്ഷയും അനുസരണയും. നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ നമുക്ക് അതിന് അടി കിട്ടുമോ, അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അനന്തരഫലം, ഇതായിരിക്കും നമ്മൾ ഇതിൽ കാര്യമായിട്ട് ചിന്തിക്കുക. അതേപോലെ നമ്മൾ മൂത്തവരൊക്കെ ഇതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടി പേടിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ചീത്ത പറയുന്നൊക്കെ കേൾക്കുന്നൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ മൂത്തവരെ പറയുന്നതൊക്കെ നമ്മൾ കേട്ടു അധികാരങ്ങളെ അനുസരിക്കും. അതാണ് അതിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത്. രണ്ടാമത്തേത് പ്രായോഗികമായ ആപേക്ഷികത. സ്വന്തം നേട്ടം എന്ന് വെച്ചാൽ ഭാവിയിലെ സ്വന്തം നേട്ടങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്കെന്ത് നേട്ടം, പേഴ്സണലി എനിക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു ഘട്ടമാണിത്. ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് നമ്മൾ ക്ലാസ്സിലെ ഒരു കുട്ടി നമ്മളോട് ഹോംവർക്ക് ചെയ്ത് തരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോംവർക്ക് ഓൻ്റെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവ നമുക്കൊരു മുട്ടായി വാങ്ങിത്തരും. ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന, എപ്പോഴും നമുക്ക് എന്താണ് ഒരു പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്ന് ചിന്തിക്കുന്ന രീതിയാണിത്. വ്യക്തിപരമായ നേട്ടങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം. വ്യക്തിപരമായ ഗുണമുണ്ടെങ്കിൽ നിയമങ്ങൾ പാലിക്കാം, ഇല്ലെങ്കിൽ എന്തിന് നിയമം പാലിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു ഘട്ടമാണ് പ്രായോഗികമായ ആപേക്ഷികത എന്ന് പറയുന്നത്. നൈതിക വികാസത്തിലെ 2ാമത്തെ ഘട്ടമാണ് കൺവെൻഷണൽ സ്റ്റേജ്, യാഥാസ്ഥിക ഘട്ടം എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ വ്യക്തി സാമൂഹിക നിയമങ്ങളെയും മറ്റുള്ളവരുടെ പ്രതീക്ഷകളെയും അടിസ്ഥാനമാക്കിയിട്ട് കാര്യങ്ങൾ വിലയിരുത്തുന്നു. സമൂഹ നിയമങ്ങൾ, അംഗീകാരം, കടമ എന്നിവ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ യാഥാസ്ഥിക ഘട്ടം എന്ന് പറയുന്നത്. അത് തന്നെ യാഥാസ്ഥിക ഘട്ടം തന്നെ 2 സബ് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമതാണ് അന്തർവൈയക്തിക സമന്വയം എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ഘട്ടമാണിത്. നല്ലവനാവാൻ ശ്രമിക്കുക, മറ്റുള്ളവരെ കൊണ്ട് നല്ലവൻ അല്ലെങ്കിൽ നല്ലവൾ എന്നൊരു എപ്പോഴും ഒരു നല്ല കുട്ടി അല്ലെങ്കിൽ യെസ് വെരി ഗുഡ് അല്ലെങ്കിൽ ഗുഡ് ഗേൾ എന്നൊക്കെ പറയുന്ന ആ ഒരു ലേബല് അല്ലെങ്കിൽ ആ ഒരു അംഗീകാരം എന്ത് ചെയ്യും, നമ്മൾ ഏറ്റവും കൂടുതൽ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു ഘട്ടമാണിത്. നമുക്കറിയാം മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. അപ്പം സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ പാലിക്കേണ്ട മര്യാദകളും അതുപോലെ നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ചിന്ത ഉത്ഭവിക്കുന്ന ഒരു ഘട്ടമാണ് സാമൂഹിക നിയമപാലനം. ഇതിലെ 2ാമത്തെ സബ് കാറ്റഗറി എന്ന് പറയുന്നത്. നൈതിക വികാസത്തിലെ അവസാനത്തെ ഘട്ടമാണ് യാഥാസ്ഥികാനന്തര ഘട്ടം, പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. നീതി, സമത്വം, മനുഷ്യാവകാശം, ഈ തെറ്റിനെതിരെ പ്രതികരിക്കൽ തുടങ്ങിയ ചിന്തയൊക്കെ രൂപകൽപ്പപ്പെടുന്നത് ഈ പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജിലാണ്. ഇതിന് ഡെഫിനേഷൻ ആയിട്ട് എന്താ കൊടുത്തത് നമുക്ക് നോക്കാം. ധാർമ്മികത എന്നത് വെറും സാമൂഹിക നിയമങ്ങൾക്കപ്പുറം സ്വന്തമായി തിരഞ്ഞെടുത്ത ആദർശങ്ങളെയും തത്വങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് ഈ ഘട്ടത്തിൽ വ്യക്തി തിരിച്ചറിയുന്നു. ഇതിന് തന്നെ വീണ്ടും 2 സബ് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. സാമൂഹിക ഉടമ്പടി പാലനം. നിയമം ആപേക്ഷികമാണ് എന്ന് വെച്ചാൽ നിയമം എന്ന് പറയുന്നത് നമ്മളെ മനുഷ്യന്മാരുടെ നന്മക്കും അതിൻ്റെ സംരക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു സാമൂഹിക ഉടമ്പടി മാത്രമാണ് നമ്മൾ മനസ്സിലാക്കും. നിയമങ്ങളിൽ മാറ്റം വരുത്താം, വ്യക്തികളുടെ ഗുണത്തിന് ഉതകുന്നതല്ലെങ്കിൽ നിയമങ്ങൾ മാറ്റി എഴുതേണ്ടതെന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കും. എന്ന് വെച്ചാൽ മനുഷ്യന്മാരെ നല്ലതിനല്ല ആ നിയമം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ നിയമത്തിനെതിരെ പ്രതികരിക്കുകയും എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തെറ്റ് കണ്ടാൽ പ്രതികരിക്കുക, ചോരത്തിളപ്പിൻ്റെ ഒക്കെ പ്രായം എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഘട്ടമാണ് ഈ സ്റ്റേജ് എന്ന് പറയുന്നത്. പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജിലെ 2ാമത്തെ ഘട്ടമാണ് യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ എന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു ഘട്ടത്തിൽ വസുദൈവ കുടുംബം എന്ന് വെച്ചാൽ ലോകം മൊത്തം ഒരു ഫാമിലി, എല്ലാവരും ഒരുപോലെ കാണാനുള്ള ഒരു മനുഷ്യത്വം, നീതി, സമത്വം, ഈ ഒരു മൂല്യങ്ങളൊക്കെ ഡെവലപ്പ് ആവുന്ന ഒരു ഘട്ടമാണിത്. എന്ന് വെച്ചാൽ നിയമങ്ങൾക്കോ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾക്കോ അപ്പുറം സ്വന്തം മനസ്സാക്ഷിയുടെ വിളിക്കനുസരിച്ച് നമുക്ക് എന്താണോ ശരി തോന്നുന്നത് അതനുസരിച്ച് പൂർണ്ണ ധാർമ്മിക ബോധത്തോടെ നമ്മൾ പ്രവർത്തിക്കും. സോ നൈതിക വികാസത്തിൻ്റെ ഈ 3 തലങ്ങളും അതിൻ്റെ 6 ഘട്ടങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ ഷോർട്ടായിട്ടും സിമ്പിളായിട്ടാണ് നമ്മൾ എല്ലാ വീഡിയോയിലും പറയാൻ ശ്രമിക്കുന്നത്. ഇതിപ്പോൾ ഈ സെക്ഷനിൽ മേ ബി കേട്ടറ്റിന് 1-2 മാർക്കിനൊക്കെ ആയിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യം വരാം. ശിക്ഷയും അനുസരണയും എന്നത് നൈതിക വികാസത്തിൻ്റെ ഏത് തലങ്ങളിൽ പെട്ടതാണ്, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക. സോ ഇതിൻ്റെ ബാക്കി സെക്ഷൻ നമുക്ക് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ ബൈ.